ഇബ്നു അബ്ബാസിൽ നിന്ന് ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു, എന്നാൽ അള്ളാഹുവിന്റെ വിധി നിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതായത് മലക്കുകള് ഇപ്പൊ നമ്മൾ എന്ത് ആപത്ത് വരുമ്പോഴും തടുക്കും. പക്ഷെ ഒരാപത്ത് ഉണ്ടാകണമെന്ന് നമ്മളെ വിധിയിലുണ്ടെങ്കിൽ ആ സമയത്ത് ആ മലക്ക് മാറി നിൽക്കും. അത് മുജാഹിദ് റളിയല്ലാഹു അൻഹു, അത് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്, താബിഈയാണ്. അദ്ദേഹം പറയാണ്, ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന്, മനുഷ്യൻ, പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനില്ല. അവയിൽപ്പെട്ട വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാത്തിനോടും ആ മലക്ക് പിന്നോക്കം പോകുക എന്ന് പറയാതിരിക്കുകയില്ല. അപ്പൊ ഒരു ജിന്ന് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികള്, പിന്നെ പാമ്പോ തേളോ എന്ത് സാധനമാകാം, നമ്മൾ ഉപദ്രവിക്കാൻ വന്നാൽ അതൊക്കെ ആര് തടുക്കും? ഈ മലക്കുകൾ തടുക്കും. ഇവിടെ ചില ആളുകൾ പറയാറുണ്ട്, ജിന്ന് അങ്ങനെ കൈവുണ്ട് ഇങ്ങനെ കൈവുണ്ട് തന്നെ നമുക്കവിടെ ജീവിക്കാൻ പറ്റുമോ? ജിന്ന് മാന്തൂലെ, ജിന്ന് നുള്ളൂലെ. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ നമ്മളെ കുട്ടിനെ തൊട്ടിലി കിടത്തിയിറക്കിയ നമ്മൾ നിസ്കാരത്തോട് ദേഷ്യല്ലേ ജിന്നിന്, അപ്പൊ കുട്ടിനെ വന്ന് നുള്ളൂലെ? നമ്മൾ സുജൂദ് ചെയ്യുമ്പോ കുട്ടിനെടുത്ത് മറിച്ചിടൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ജിന്നിന് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കാനുള്ള കഴിവൊക്കെ ജിന്നിനുണ്ട്. പക്ഷെ ആ ഉപദ്രവം നടക്കാത്ത എന്തുകൊണ്ടാ? മലക്കുകളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ജിന്നിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പൊ ജിന്ന് മനുഷ്യനെ ഭൗതികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രാണികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ അള്ളാഹു ജിന്നുകൾക്ക് ബദലായിട്ട് ആരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹഫളത്തിന്റെ മലക്കുകൾ നമ്മളെ കാക്കും. ഇത് തന്നെ ഇനി മറ്റൊരു റിവായത്ത് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു, ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവൻ ഒഴിവാക്കി കൊടുക്കും. അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്ന് സാരം. ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുവാൻ മലക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നു എന്ന് ചോദിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി ഈ മഹാന്മാരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഇത് ഞാൻ അമാനുവലിന്റെ പരിഭാഷ എന്ന് വായിച്ചെന്താ വെച്ചാൽ ഇതൊക്കെ പുതിയതായിട്ട് ആരോ കൊണ്ടുവരുന്നതാണ് എന്ന് ചില ആളുകൾ പറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറയാണ്. ഈ ജിന്നിനെ നിന്ന് നമ്മളെ കാക്കുന്നതും മറ്റ് മതിൽ നമ്മളെ വീഴ്, ഒരു തീ നമ്മളെ നേരെ വരികയോ ഒരു മൃഗം നമ്മളെ കടിക്കാൻ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരാ സംരക്ഷണം നൽകുന്നത്? അള്ളാഹുവിന്റെ സംരക്ഷണം. പക്ഷെ അള്ള എങ്ങനെ സംരക്ഷിക്കണത്? അള്ള ഓരോരുത്തരും നേരിട്ടും സംരക്ഷിക്കാണോ? അതിനുവേണ്ടി അള്ള അവിടെ മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, കാവൽക്കാരായ മലക്കുകൾ. ആ മലക്കുകൾ അസറിനും പിന്നെ സുബഹിക്കും സന്ധിക്കും കൂട്ടം കൂട്ടമായി വരുന്ന മലക്കുകളാണ്. ഒരു കൂട്ടർ പോയാൽ അടുത്ത കൂട്ടർ വരും. ആ മലക്കുകൾ സന്ധിക്കുന്ന രണ്ട് നമസ്കാര സമയമാണേത്? അസർ നിസ്കാരവും സുബഹി നിസ്കാരവും. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനാണ് ഷെയ്ഖ് ഇവിടെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുള്ളത്. പക്ഷെ മലക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ കാണാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? കാക്കുന്നുണ്ട്. അള്ളാന്റെ കാവല് നമുക്കുണ്ട്. അപ്പൊ അള്ളാഹിനോട് നമ്മൾ കാവല് ചോദിച്ചാൽ അള്ളാഹ് നമ്മളെ കാക്കുന്നത് മലക്കുകളിലൂടെയാണ്. ചില ആളുകൾക്കൊക്കെ ബേജാറുണ്ടാകും, ജിന്നിന് അങ്ങനെ കഴിവുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ, നമുക്ക് ഉറങ്ങാൻ പറ്റുമോ, നമ്മളെ ഉന്തൂലെ നുള്ളൂലെ പിച്ചൂലെ മാന്തൂലെ എന്നൊക്കെ ചോദിക്കും. പിച്ചും മാന്തും ഒക്കെ ചെയ്യാനൊക്കെ കഴിയും, പക്ഷെ നടക്കണില്ല. അപ്പൊ ഇവിടെ എത്രയോ വീടുകളിൽ എത്രമാത്രം സ്വർണവും പണവും ഒക്കെ ഉണ്ട്. അതൊന്നും കട്ടുപോകുന്നില്ല എന്നതിന്റെ അർത്ഥം ഇവിടെ കള്ളന്മാരില്ലാന്ന് തന്നെ. ഇവിടെ കള്ളന്മാരില്ലാത്തോണ്ട പൈസക്ക് ആഗ്രഹമുള്ള എത്ര ആൾ ഇവിടെ നടക്കുന്നുണ്ട്, കക്കാൻ പൂതിൽ എത്ര കള്ളന്മാരുണ്ട്, പക്ഷെ നടക്കുന്നില്ല. വീട് ഭദ്രമായി പൂട്ടിയിട്ടുണ്ട്, നായനെ വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, പോലീസ് ഉണ്ട്, അല്ലെ, ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ പാടെ മറികടന്നിട്ട് കക്കാൻ കഴിയണ്ടേ? അപ്പൊ അതുകൊണ്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കക്കാൻ പൂതിണ്ട്, പക്ഷെ അതിന് പ്രൊട്ടക്ഷൻ തടസ്സങ്ങളുണ്ട്. എന്നതുപോലെ ശൈത്താന്മാര് നമ്മളെ ഉപദ്രവിക്കാൻ പല നിലക്കും നോക്കുന്നുണ്ട്. പക്ഷെ അതിനെന്തുണ്ട്? ഇവിടെ മലക്കുകളെ കൊണ്ട് അള്ളാഹു പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആയത്തുൽ കുർസി ഓതിയ നേരം വെളുക്കോളം അവന്റെ അടുത്ത് ഒരു മലക്ക് കാവൽ നിൽക്കും, അല്ലെ? അവിടെ പറഞ്ഞെന്താ? ഒരു ശൈത്താനും അവനെ സമീപിക്കൂല. എന്താ കാരണം?
മലക്കിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, മലക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ജനാപത്തുണ്ടായി കഴിഞ്ഞാല്, രാത്രിയിൽ ഭാര്യാഭർത്തൃബന്ധം കൊണ്ട് ജനാപത്തുണ്ടായി കഴിഞ്ഞാല് നിങ്ങൾ അപ്പൊ തന്നെ പോയിട്ട് ഗുഹ്യഭാഗങ്ങൾ കഴുകി പിന്നെ ഒന്നുകൊടുത്തിട്ടേ കിടക്കാവൂ. എന്താ? അല്ലെങ്കിൽ നിങ്ങളെ മലക്ക് സമീപിക്കൂല. അപ്പൊ ഒന്നുകൊടുത്ത ജനാപത്തിന്റെ കട്ടി കുറഞ്ഞു, അപ്പൊ മലക്കിന് നമ്മളെ കൂടെ നിൽക്കാം. ജനാപത്തുള്ളിടത്ത് മലക്ക് നിൽക്കൂല, അപ്പൊ ശൈത്താനാ പിന്നെ വരിക. അപ്പൊ ദുസ്വപ്നം കാണലും ഉപദ്രവിക്കലും ഒക്കെ ഉണ്ടാവും അല്ലേ? ശൈത്താൻ മുഖേന ദുസ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണർന്നിട്ട് എന്നൊക്കെ വന്ന് കരഞ്ഞിട്ട് നമ്മളൊക്കെ പാടെ പോയി പിടിച്ച് റെഡിയൊക്കെ. എന്താ? അപ്പൊ ഉണരും, ഞാൻ എന്തേ കാട്ടി? അപ്പൊ കിനാവിലാണിത്. അപ്പൊ അങ്ങനത്തെ കിനാവുകളൊക്കെ ആളുകൾ കാണും. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നും ചീത്ത സ്വപ്നം പിശാചിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് മലക്കുകളെ കൊണ്ടുള്ള അള്ളാഹിന്റെ പ്രൊട്ടക്ഷൻ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹിന്റെ മലക്കുകൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം.